അഡ്വക്കേറ്റ് സിന്ധുമോൾ, എന്തായാലും ഇത് കോടതിയിലെത്തിയതുകൊണ്ട് കോടതിക്ക് മാത്രമേ ഇനി തുടർ നടപടികളിൽ എന്ത് തീരുമാനിക്കണം എന്ന് പറയാനാവൂ. ഇതിപ്പോൾ മേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയെ കാണുന്നു എന്ന് പറയുന്നു. കോൺഗ്രസും അതുപോലെ മറ്റ് പ്രതിപക്ഷത്തുള്ള എല്ലാ സംഘടനകളും ഇത് വലിയൊരു വിഷയമായി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സംഘപരിവാർ സംഘടനകളെ ആക്രമിക്കാനുള്ള ഒരു ആയുധം വീണ് കിട്ടിയത് ആഘോഷിക്കുകയാണ്, കൂട്ടത്തിൽ മാധ്യമങ്ങളും. ഇപ്പം നോക്കൂ, ഇത് നിയമപരമായി തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അതിനെ ഒരു എളുപ്പ വഴിയിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ എങ്കിലും ഇവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള നിർബന്ധിത മതപരിവർത്തനം, അതുപോലെ മനുഷ്യക്കടത്ത്, ഇതൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയല്ലേ? ശ്രീ അനിൽ, ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രീ ജോസഫ് ജൂഡ് അദ്ദേഹത്തിൻ്റെ ആൻസൈറ്റി, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പങ്കുവച്ചു. എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും സഭാ മേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പ്രതിനിധി അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ മിനിസ്ട്രിയുമായി മുഖ്യമന്ത്രിയുമായി ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കും. ഇവിടെ എന്തെങ്കിലും ഒരു പാകപ്പഴ ഈ അറസ്റ്റ് തുടർന്നുള്ള കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറിച്ച് അങ്ങനെ വന്നാൽ എന്ത് നിയമസഹായമാണോ അവിടെ വേണ്ടത് അതെല്ലാം ചെയ്യാൻ BJP തന്നെ മുന്നിട്ടുണ്ടാവും. സലിം മടവൂർ പറയുന്ന പോലെയൊന്നുമല്ല, അവിടെ BJP-ക്കാർ തന്നെ മുന്നിട്ടുണ്ടാവും. അതേസമയം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഒരു ന്യായാധിപൻ്റെ മുന്നിൽ വരുന്നത് എവിഡൻസ് ആണ്, തെളിവുകളാണ്. അതെന്താണ്, എങ്ങനെയാണ് എന്നൊന്നും ഇപ്പോഴും നമ്മൾക്ക് വ്യക്തമായിട്ടില്ല. അത് വ്യക്തമാവുന്ന പക്ഷം അതിലെന്തെങ്കിലും കാര്യഗൗരവമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് നിയമപരമായ ഒരു വലിയ പ്രോസസ്സിൽ കൂടി മുന്നോട്ട് പോകും എന്നുള്ള, അത് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തൊക്കെ സംഭവിക്കുന്ന രീതിയിൽ ഒരു കോടതിയുടെ മുന്നിൽ എത്തിയ കാര്യമാണ്. അത് അതിൻ്റെതായ പ്രോസസ്സിൽ പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ആരെയെങ്കിലും കരുവാക്കാനോ ആരെയെങ്കിലും കുറച്ച് കാണിക്കാനോ എന്തെങ്കിലും കാര്യത്തിൽ ഇവരെ മുൻനിർത്തിയിട്ട് ബാർഗൈനിങ് നടത്താനോ ഒന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് സംഘപ്രസ്ഥാനങ്ങൾക്കോ താല്പര്യമില്ല എന്നുള്ളത് 100% ഞാൻ ശ്രീ ജോസഫ് ജൂഡിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരം ഞാൻ ശ്രവിച്ചത് കൊണ്ടാണത് പറഞ്ഞത്. അതേസമയം എനിക്ക് ഈ സലിം മടവൂരിനോട് പറയാനുള്ളത്, അദ്ദേഹത്തിന് എന്തോ ഒരു സംഭവം എവിടെയോ ഒരു പിടിവിട്ടു പോയ അവസ്ഥയിലാണ് സംസാരിക്കുന്നത്. നിയമത്തെക്കുറിച്ച് പറയുന്നതിൽ, മുനമ്പത്തെക്കുറിച്ച് പറയുന്നതിൽ, അദ്ദേഹം മണിപ്പൂരിൽ കൂടി യാത്ര ചെയ്തു എന്ന് പറയുന്നത്, എല്ലാത്തിലും കറക്റ്റ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ എങ്ങനെ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാം, ഒരു വൃത്തികെട്ട രാഷ്ട്രീയ മുഖം നൽകാം, അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. മുനമ്പത്തെ ജനങ്ങൾ ആലോചിക്കൂ, അവർ ഒരു നീതിക്ക് വേണ്ടി എവിടെ നിന്നൊരല്പം വെളിച്ചം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് അതൊരു വലിയ വെളിച്ചമായി, ഒരു പ്രകാശമായി എത്തിക്കാൻ കിരൺ റിജിജു വരെ അവിടെ എത്തി. നിയമമന്ത്രി, ഇന്ത്യയുടെ നിയമമന്ത്രി തന്നെ അവിടെ എത്തി ജനങ്ങളെ നേരിട്ട് കാണാൻ. അതിന്റെ നിയമവശങ്ങളെ കുറിച്ചും അതെങ്ങനെ സോർട്ട് ചെയ്തെടുക്കണമെന്നുള്ളതിനെ കുറിച്ച് പോലും അദ്ദേഹം ആ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചു. സലിം ജനങ്ങൾ ആദിയിലും വ്യാധിയിലും നിന്ന സമയത്ത് ആരായിരുന്നു അവരോടൊപ്പം ഉണ്ടായിരുന്നത്? നിങ്ങളൊക്കെ എവിടെയായിരുന്നു ശ്രീ സലിം മടവൂർ? RJD, കോൺഗ്രസും LDF ഒക്കെ ഈ 100-100 കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവർക്ക് കിട്ടാനുള്ള ക്രിയാത്മക മാർഗമാണ്. നിങ്ങളെ പോലെ നിയമം ഉണ്ടാക്കി ഇവിടെ വന്ന് അവർക്ക് നിയമം ഉണ്ടാക്കിയിട്ട് ഇവിടെ സ്വീകരണം കൊടുത്ത് സമ്മേളനത്തിൽ വന്ന് പറഞ്ഞത് കോടതിയിൽ പോകാനാ പറഞ്ഞത്. നിങ്ങൾ ബംഗ്ലാദേശും ഇടയ്ക്ക് കൂട്ടിക്കുഴച്ചു. ബംഗ്ലാദേശിനെ കുറിച്ച് മിണ്ടുവോ? നിങ്ങൾ ബംഗാളിനെ കുറിച്ച് ബംഗ്ലാദേശിലായാലും പാകിസ്ഥാനിലായാലും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തുന്ന അക്രമങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാമോ? അതേപോലെ ഒരു ഹിന്ദു സന്യാസിയെ വേട്ടയാടി കൊന്ന നാടാണ് ഇന്ത്യ മഹാരാജ്യം. ആര് വേട്ടയാടി? ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. ശ്രീ ജോസഫ് ജൂഡിന്റെ അഭിപ്രായത്തിലേക്കൂടെ ഞാൻ പറയുകയാണ്, ഇവിടെ വേട്ടയാടപ്പെടുന്നത് ഒരു വിഭാഗമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു ഹിന്ദു സന്യാസിയെ അടിച്ചും മെറിഞ്ഞും കൊന്ന് ജീവന് വേണ്ടി കെഞ്ചിയിട്ട് പോലും വിടാതെ കൊന്ന വർഗമുള്ള നാടാണിത്.
ഇവിടെ ഇന്ന് ഇത്രയെങ്കിലും നിയമവ്യവസ്ഥ മുന്നോട്ട് പോകുന്നെങ്കിൽ, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇത്രയും കരുതൽ നൽകുന്നുവെങ്കിൽ അത് ശ്രീ സലിം മടവൂരിന്റെ പാർട്ടി ഒന്നും ഇരുന്നപ്പോഴല്ല, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആ സലിം മടവൂര് എത്ര അക്രമങ്ങൾ കുറഞ്ഞു, എത്ര വംശീയ ലഹളകൾ കുറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, സലിം മടവൂരിന് പഹൽഗാമിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാനുള്ള ധൈര്യം ഉണ്ടോ? പഹൽഗാം പറയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങളല്ലേ ആ സമയത്ത് ഏതെങ്കിലും മാളത്തിൽ പോയി ഒളിച്ചിരുന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു വിഷയം അത് നിയമപരമായ വിഷയം ഉണ്ടായപ്പോൾ കേരളത്തിൽ മുന്നിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ലക്ഷ്യം ഈ കേരളത്തിന്റെ മണ്ണിൽ നടക്കില്ല സലിം മടവൂരെ. നിങ്ങൾ ആരുടെയും ലക്ഷ്യം നടക്കില്ല. കാരണം ഞങ്ങൾ സ്നേഹയാത്ര തുടങ്ങിയിടത്തുനിന്ന് നിങ്ങളുടെ അന്താളിപ്പ് തുടങ്ങിയതാ. ക്രിസ്ത്യൻ കുടുംബങ്ങളിലേക്ക് BJP സ്നേഹയാത്ര തുടങ്ങിയപ്പോ നിങ്ങളുടെ ചങ്കിടിപ്പ് കൂടിയതാ. നിങ്ങളുടെ ചങ്കിടിപ്പ് മിഷനിൽ പോലും കിട്ടാത്ത വിധം ഉയർന്നത് ഞങ്ങൾ കണ്ടതാ. ആ ചങ്കിടിപ്പ് ഇപ്പോഴും നിങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇനിയും പോകും ക്രിസ്ത്യൻ കുടുംബങ്ങളിലേക്ക്. നിങ്ങൾ വിലക്കേർപ്പിയ മണിപ്പൂരിൽ കണ്ടു, ഏത് പള്ളിയിലും ഏത് അച്ഛനെയും ഏത് വികാരിയെയും കയറിച്ചെല്ലാൻ നിങ്ങളുടെ ഒന്നും ഒത്താശ ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ പച്ചയായ വിദ്വേഷ പ്രചരണങ്ങൾ ഒക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ശ്രീ ജോസഫ് ജൂഡ് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു ആശങ്ക, ആ ആശങ്കയോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി. മനസ്സിലായോ? ഇവിടെ ഞങ്ങൾക്ക് അവർ നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിക്കുന്ന കന്യാസ്ത്രീകളാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഒരുപാട് കന്യാസ്ത്രീകൾ, അമ്മമാർ ഈ രാജ്യത്ത് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അവരവരുടെ ജീവിതം അത് മനസ്സിലാക്കുന്നത് ആ നിയമക്കുരുക്ക് അഴിച്ചു മാറ്റി അവരെ പുറത്തു ഞങ്ങൾക്കേ ഉള്ളൂ. ഇന്ത്യ മഹാരാജ്യം BJP ആ ധൈര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ആവശ്യം ന്യായമായ പ്രധാനമന്ത്രിയും ഭരണകൂടമുള്ള രാജ്യത്ത് അവർ അത് പ്രതീക്ഷിക്കും. അവർ നിങ്ങളുടെ ഈ കള്ളക്കഥകൾ പൊളിച്ചടക്കും സലിം മടവൂർ, അതിൽ ഒരു സംശയവുമില്ല. ഓക്കെ, നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതുപോലെ നിയമത്തിന്റെ പരിരക്ഷയും എല്ലാവർക്കും ലഭിക്കും. ഛത്തീസ്ഗഡിൽ അന്യായമായിട്ടാണ് 2 കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അവർ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദികളായവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതല്ലാതെ ഇതുവെച്ചുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ആരും, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിലുള്ളവർ, വശംവദരാകരുത്.